Meet the editors. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂർ വിഷയത്തിൽ കേരളത്തെ തകർക്കുക എന്നതാണ് ബിജെപിയുടെ സമീപനം. വഴിവിട്ട് പ്രവർത്തിച്ചവരെ സംരക്ഷിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി 3 വർഷമായി കള്ളം പറയുകയാണെന്ന വിമർശനത്തിന് കള്ളം പറയുന്നത് തന്റെ ശീലമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കരുവന്നൂർ വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളോട് രൂക്ഷഭാഷയിലായിരുന്നു പിണറായിയുടെ പ്രതികരണം. കരുവന്നൂർ വിഷയത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും പണം തിരികെ നൽകാൻ നടപടി കൈക്കൊള്ളുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് സുരേഷ് ഗോപി വിജയിപ്പിക്കാനാണ് EDയുടെ ശ്രമമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉറപ്പായി സുരേഷ് ഗോപി നമ്മുടെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ EDക്കോ BJPക്കോ കഴിയില്ല. CPM BJP ഡീലെന്ന കോൺഗ്രസ് ആരോപണം അവരുടെ മോഹം മാത്രമാണെന്നും രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടുന്ന പാർട്ടിയല്ല CPM എന്നും പിണറായി പ്രതികരിച്ചു. SDPയെയും PDPയെയും ഒരേ തരത്തിൽ അളക്കേണ്ടെന്നും മുൻകാലങ്ങളിൽ PDP നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുമായി മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തൃശൂർ. കരുവന്നൂർ വോട്ടാകുമോ എന്നതാണ് ചോദ്യം. നമുക്ക് ഈ രണ്ടാമത്തെ ചർച്ചയ്ക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ് കരുവന്നൂർ വിഷയം. പക്ഷെ അത് വോട്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു കാര്യം പറയുന്നു, അതിന് മറുപടി ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഞാനാണോ പറയുന്നത്? ഈ കരുവന്നൂർ വിഷയം നിശ്ചയമായും ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചൊരു വാക്ക് അതൊരു കറുത്ത വറ്റാണ് എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ CPM അതിനെ അംഗീകരിക്കുന്നുണ്ട്. കരുവന്നൂരിൽ ഒരു വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ CPMന് സംശയമില്ല, സർക്കാരിന് സംശയമില്ല. കരുവന്നൂർ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി കുറഞ്ഞപക്ഷം തൃശ്ശൂരിലെങ്കിലും അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് അവിടുത്തെ ജനങ്ങൾ പ്രാദേശികമായി അനുഭവിച്ചൊരു പ്രശ്നം കൂടിയാണ്. നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളാകെ കുഴപ്പത്തിലാണെന്നോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെല്ലാം ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മറിച്ച് കരുവന്നൂർ എന്നാൽ നമുക്ക് അനുവദിക്കാൻ കഴിയാത്തൊരു കാര്യവുമാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ അവിടെ പല ആളുകൾ ചികിത്സ കിട്ടാതെ മരിച്ചു, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള രക്തസാക്ഷികളെ വരെ സൃഷ്ടിച്ച ഒരു വലിയ വിഷയമാണ് കരുവന്നൂർ ബാങ്കിലെ സഹകരണ ബാങ്കിലെ തട്ടിപ്പെന്ന് പറയുന്നത്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ വന്നു നിൽക്കുന്നത് EDയുടെ അന്വേഷണത്തിലാണ്. നോക്കൂ, ഇതിന് മുമ്പ് തന്നെ പല അന്വേഷണങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇരിങ്ങാലക്കുട പോലീസാണ് ആദ്യം ഇത് അന്വേഷിച്ചത്. അവരുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഇത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ആ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയി. അതിനോടൊപ്പം തന്നെ സഹകരണ വകുപ്പ് അവരുടേതായൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഏതാണ്ട് 104 കോടി രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതുകൂടാതെ 16ഓളം ഉദ്യോഗസ്ഥരെ, സഹകരണ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 16ഓളം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് റവന്യൂ റിക്കവറി നടത്തി. ആ റവന്യൂ റിക്കവറി നടത്തിയ ആ സ്വത്ത് വിറ്റ് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ റിക്കവറി ചെയ്ത ആളുകളെല്ലാം കൂടെ പോയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് അതിനകത്തൊരു സ്റ്റേ ഓർഡർ വാങ്ങിച്ചത്. അപ്പോൾ ആ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നം നിലനിൽക്കുന്നത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് കരുവന്നൂർ ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. CPMന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ റോള്, CPMൻ്റെ റോൾ എന്താണെന്നുള്ളത് കൂടി അന്വേഷിക്കപ്പെടണം. ആ അർത്ഥത്തിൽ ED വന്നപ്പോൾ ED അത് പൊളിറ്റിക്കലായി കൂടി അങ്ങോട്ട് മുന്നേറി എന്നുള്ളതാണ്. ഇപ്പോൾ AC മൊയ്തീൻ, അരവിന്ദാക്ഷൻ, MK കണ്ണൻ തുടങ്ങിയവരൊക്കെ EDയുടെ ഒരു നെറ്റിലേക്ക് വരികയും അവരെ ചോദ്യം ചെയ്യുകയും അരവിന്ദാക്ഷൻ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പൊളിറ്റിക്കൽ ക്രൈം നടന്നിട്ടുണ്ട് എങ്കിൽ ആ പൊളിറ്റിക്കൽ ക്രൈമും അഡ്രസ്സ് ചെയ്യപ്പെടണം. ഈ 2 കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഒന്ന്, അതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്, ജനങ്ങളെ ബാധിച്ച പ്രശ്നമാണ്, ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ച പ്രശ്നമാണ്. അവിടെ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, വലിയ സ്കാമാണ്, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അവിടെ പൊളിറ്റിക്കലി കറപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടുകയും അതിന് ഉത്തരവാദികളായവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം. ഇവിടെ ഈ രാഷ്ട്രീയ വിഷയം വോട്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നം ആർക്കാണ് ഗുണകരമാകുക? തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായൊരു മുന്നേറ്റം സുരേഷ് ഗോപിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ശബരിമല വിഷയം വളരെ BJPക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ള 2 മണ്ഡലങ്ങൾ ഞാൻ കാണുന്നത്, ഒന്ന് തൃശ്ശൂരും
മറ്റൊന്ന് പത്തനംതിട്ടയുമാണ്. ഈ 2 മണ്ഡലങ്ങളിലാണ് ശബരിമല വിഷയം ശക്തമായിട്ട് BJPക്ക് അനുകൂലമായി പ്രവർത്തിച്ചത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അത് കോൺഗ്രസിന് അനുകൂലമായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ ശബരിമല വിഷയം, അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്നൊരു താരത്തിൻ്റെ ഇമേജ്, ഇതെല്ലാം കൂടെ വന്നപ്പോൾ തൃശ്ശൂരിലുണ്ടായൊരു വലിയ മുന്നേറ്റം BJPക്കുണ്ട്. എന്നാൽ ആ മുന്നേറ്റം BJPക്ക് ഇക്കുറി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് കാരണമെന്ന് വെച്ചാൽ അവിടെ വളരെ ശക്തമായൊരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയത് വഴി പലപ്പോഴും ഈ പറയുന്ന കോൺഗ്രസ് വേഴ്സസ് BJP എന്നൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സുനിൽകുമാറിനെ പോലെ ശക്തനായ ഒരു കാൻഡിഡേറ്റ് വരുന്നു, K മുരളീധരനെ പോലൊരു ശക്തമായ കാൻഡിഡേറ്റ് വരുന്നു, അതിനോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സുരേഷ് ഗോപിയും എത്തുന്നു. അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ മത്സരത്തിൽ 3ാം സ്ഥാനത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ മത്സരം നടക്കുന്നത് UDFനും LDFനും ഇടയിൽ തന്നെയാണ്. അപ്പം കഴിഞ്ഞ തവണത്തെ ആ ഒരു മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ ഒന്നാമത് കഴിയില്ല. അതുകൊണ്ട് തന്നെ കരിവന്നൂരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വികാരം കോൺഗ്രസിനാണ് അനുകൂലമാകാൻ കൂടുതൽ സാധ്യത. കാരണം വെച്ചാൽ ഇവിടെ കൾപ്രിറ്റായിട്ട് നിൽക്കുന്നത്, ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM ആയിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ എതിർവികാരം വോട്ടായി മാറുക, അതിൻ്റെ ആ വികാരത്തിൻ്റെ ഗുണഭോക്താവുക കോൺഗ്രസ് ആണ്. അതൊരു കാരണവശാലും BJP ആയി തീരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് കരുവന്നൂർ വോട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ EDA ഉപയോഗിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ കേസാക്കി മാറ്റി അത് BJPക്ക് അനുകൂലമാക്കി അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ടാക്കി മാറ്റിക്കളയാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവാകാൻ പോകുന്നത് തൃശ്ശൂരിൽ UDF ആണ്. ഞാൻ എൻ്റെ അഭിപ്രായം വളരെ വേഗം പറഞ്ഞു പോകാം, സമയം അത്രയേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയുന്ന ഒരു സാഹചര്യം. അതിലിപ്പോൾ പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ 117 കോടി രൂപ ഇതിനകം സംസ്ഥാന സർക്കാർ തിരിച്ചു നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി തുക നൽകുന്നതിന് ED തടസ്സമാകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പ്രധാനമന്ത്രി പറഞ്ഞത് കളവാണ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് നിക്ഷേപകർക്ക് 117 കോടി രൂപ തിരിച്ചു നൽകിയപ്പോൾ ബാക്കി തുക നൽകുന്നതിന് കേന്ദ്ര ഏജൻസി ED തടസ്സം നിൽക്കുകയാണ്. കോടികളുടെ അഴിമതി നടത്തി കള്ളം പറയുന്നു എന്ന് മോദി പറഞ്ഞതിനൊക്കെ മറുപടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവിടെ സുരേഷ് ഗോപി ഈ കരുവന്നൂർ പറഞ്ഞ് ജയിക്കാമെന്ന് കരുതേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മത്സരം എന്നുള്ളത് UDFും LDFും തമ്മിൽ തന്നെയാകും. കരുവന്നൂർ ചില സ്ഥലങ്ങളിലെങ്കിലും BJPക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും അല്പം വോട്ട് കൂടുതൽ കിട്ടുമായിരിക്കാം. പക്ഷേ അത് പൂർണ്ണമായി അവരുടെ വിജയത്തിലേക്കൊന്നും എത്തിക്കുന്ന ഒരു സാഹചര്യമില്ല. ആ രൂപത്തിലുള്ള പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതേസമയം ഈ നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നൽകാനുള്ള കാര്യത്തിലുള്ള വേഗമാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്, അതോ CPM നേതാക്കളെ തന്നെ പ്രതി ചേർക്കുന്നതിലുള്ള വേഗമാണോ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് രാഷ്ട്രീയമായ കളി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ പ്രധാനമായും പ്രതികളായി പിടിക്കപ്പെട്ടവരെയൊക്കെ മാപ്പുസാക്ഷികളാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിലൊരു മറ്റേ മദ്യനയ കേസുമായി ഒരു സാമ്യം തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട CPM നേതാക്കളിലേക്ക് എത്തുക, CPMന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക തുടങ്ങിയ നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ അതിലൊരു രാഷ്ട്രീയ വേട്ടയുടെ ഒരു ലക്ഷണം അതിൽ ഉണ്ട്. അപ്പോൾ അത് അവിടുത്തെ ജനം മനസ്സിലാക്കും. അപ്പോൾ സ്വാഭാവികമായും അത് UDFന് വോട്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നുള്ള എൻ്റെ മനസ്സിലാക്കൽ. അതേസമയം അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VS സുനിൽകുമാറാണ് എന്നൊരു വസ്തുത കൂടെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ കരുവന്നൂർ മാത്രമാണ് വിഷയം എന്ന രൂപത്തിൽ അത് കൊണ്ടുവരുമ്പോഴും അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ മറ്റ് ഒരുപാട് വിഷയങ്ങളുണ്ട്. VS സുനിൽകുമാർ അത്രത്തോളം ജനകീയനുമാണ്. യഥാർത്ഥത്തിൽ സുനിൽകുമാറും മുരളീധരൻ തമ്മിലുള്ള മത്സരമാണ് ശക്തമാകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോട്ടാകും, അത് ആർക്കാകും എന്നുള്ളിടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡോക്ടർ അരുൺ. സ്മൃതി, വോട്ട് ചെറിയ രീതിയിലൊരു ഷിഫ്റ്റ് ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ കുന്നംകുളത്തും ഇരിങ്ങാലക്കുടയും ഒക്കെ 1-2 തവണ പോയി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പൾസ്, അത് ഈ തിരഞ്ഞെടുപ്പിലെ വിധിയെ നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ടുമാറ്റം കരുവന്നൂർ വിഷയത്തിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2020 ഈ കേസ് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്, അത് പാർട്ടി ഫോറങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രാറിൻ്റെ അന്വേഷണമുണ്ട്, സഹകരണ സംഘത്തിൻ്റെ ഉന്നതതല സമിതി അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുന്നംകുളത്ത് നിന്ന് വിജയിച്ചു വരുന്നത് AC മൊയ്തീനാണ് വലിയ ഭൂരിപക്ഷത്തിൽ. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മാത്രം 17% വോട്ട് വ്യത്യാസമുണ്ട് എന്നത് മനസ്സിലാക്കണം. അന്ന് ബിന്ദു വിജയിച്ചു വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ. എന്ന് പറഞ്ഞാൽ ഈ കരുവന്നൂർ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ
പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് ആ പ്രദേശത്തെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടേയില്ല. മാത്രവുമല്ല, ആ ബൂത്തിൽ പോലും വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിനോ BJPക്കോ അക്കാലത്ത് സാധിച്ചിരുന്നില്ല. അന്ന് ഈ പ്രചരണത്തിന്റെ കുന്തമുനയായിരുന്നത് അനിലക്കര അടക്കമുള്ളവരായിരുന്നു. സ്വാഭാവികമായും UDFന് ഒരു സ്ലൈറ്റ് എഡ്ജ് ഈ വിഷയത്തിലുണ്ട്. പക്ഷേ എന്നിട്ടും അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയി. വലിയ ഭൂരിപക്ഷത്തിൽ 17% വോട്ട് വ്യത്യാസമാണ് കോൺഗ്രസും CPM തമ്മിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയാണ് വരുന്നത്. CPക്ക് വലിയ ഹോൾഡുള്ള ഒരു പ്രധാനപ്പെട്ട മേഖല കൂടിയാണ്. ഇരിങ്ങാലക്കുടയാണെങ്കിലും മണലൂരാണെങ്കിലും ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും. മാത്രമല്ല, ഈ കരുവന്നൂർ ബാങ്ക് ഉണ്ടാക്കുന്നത് തന്നെ കോൾപ്പാടത്തെ കർഷകരും അവരുടെ സമ്പാദ്യവും ഒക്കെ നിക്ഷേപിച്ച് അതുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങളിലൂടെ പിന്നീട് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാക്കി അങ്ങനെ വളരെ സക്സസ്ഫുള്ളായി പടർന്നു പന്തലിച്ച ഒരു സഹകരണ സ്ഥാപനമായിരുന്നു കരുവന്നൂർ. പക്ഷെ അതിൽ നിന്നാണ് CPMന്റെ പ്രാദേശിക നേതാക്കൾ അമിതമായ സാമ്പത്തിക താല്പര്യം പ്രകടിപ്പിക്കുകയും അത് ഈ സാധാരണക്കാരെ നിക്ഷേപകരിൽ നിന്ന് പണം കട്ടെടുത്തുകൊണ്ട് അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. 26-27 കോടി രൂപയൊക്കെയാണ് ഓരോരുത്തരും അക്കൗണ്ടിലേക്ക് വന്ന് വീഴുന്നത്. 50 കോടി രൂപയൊക്കെ അക്കൗണ്ടിലേക്ക് വന്ന് വീഴുന്നു. അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് ഡിമോണിറ്റൈസേഷൻ വരുന്നു, പണം ഫ്രീസ് ആവുന്നു, ഇത് തിരിച്ചു നിക്ഷേപിക്കാൻ കഴിയാതെ വരുന്നു. അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരിതൊക്കെ ഓവർകം ചെയ്ത് പോകുമായിരുന്നു, ഇത് പുറം ലോകം അറിയുമായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് കരുവന്നൂരിൽ നടന്ന ഒരു ഫ്രോഡുലൻസ് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ അത് ഈ തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു വോട്ടുമാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അവിടെ VS സുനിൽകുമാറും ഒപ്പം തന്നെ K മുരളീധരനും തമ്മിലാണ് മത്സരം. പദയാത്രയൊക്കെ നടത്തിയെങ്കിലും സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും തരത്തിൽ കരുവന്നൂർ ഭാഗത്തു നിന്ന് കാര്യമായ വോട്ട് കിട്ടുമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. പക്ഷേ സുനിൽകുമാർ അവിടെ ജനകീയനാണ്, ഈ കർഷകർക്കൊപ്പം നിന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് VS സുനിൽകുമാറിന് ബന്ധവുമില്ല. നേരിട്ട് ബന്ധമുണ്ടെന്ന് ED പറയാൻ ശ്രമിച്ച AC മൊയ്തീനെ പോലും കുന്നംകുളത്ത് നിന്ന് വിജയിപ്പിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുവരെയും AC മൊയ്തീനിലേക്ക് ED കടന്നു ചെന്നിട്ടില്ല, MK കണ്ണനിലേക്ക് ED ചെന്നിട്ടില്ല. അരവിന്ദാക്ഷനിലും ജിൽസിലും സതീഷ് കുമാറിലും ഈ പറയുന്ന ബിജു കരീമിലും ഒക്കെയായിട്ട് അന്വേഷണം ചുരുങ്ങി നിൽക്കുന്നു. അപ്പോൾ പ്രാദേശിക നേതാക്കൾക്കിടയിൽ സംഭവിച്ച അവരുടെ ഒരു അഴിമതി എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ കാണുന്നത്. CPMന്റെ ജില്ലാ കമ്മിറ്റിയിലേക്കോ സംസ്ഥാന കമ്മിറ്റിയിലേക്കോ ഇതുവരെയും അന്വേഷണം എത്താത്തിടത്തോളം കാലം അതൊരു വലിയ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ചെറിയ വോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയേക്കാം, പക്ഷേ അത് മണ്ഡലത്തിലെ വിജയപരാജയത്തെ നിശ്ചയിക്കാനുള്ള വോട്ട് ഷിഫ്റ്റ് ആവില്ല. ശരി, എനിക്ക് ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കാണ്ട്. അതായത് ഇപ്പോൾ ഈ കരുവന്നൂർ ഇഷ്യൂ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഈ സഹകരണ മേഖല ആകപ്പാട് പ്രതിസന്ധിയിലാണ്, അത് വലിയ കൊള്ളയാണ് എന്നാണ് പറഞ്ഞത്. CPMകാർ നടത്തിയ വലിയ കൊള്ളയാണ് അവിടെ നടന്നതെന്നുള്ളതാണ്. ഈ 2023 സെപ്റ്റംബറിൽ കേരള നിയമസഭ ഒരു പ്രധാനപ്പെട്ട ബില്ല് സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പാസ്സാക്കിയിരുന്നു. 2023 സെപ്റ്റംബറിൽ ആ ബില്ലിൻ്റെ പേര് കേരള സഹകരണ സംഘം സമഗ്ര ഭേദഗതി ബില്ല് എന്നാണ്. ഈ ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ 165ഓളം സഹകരണ ബാങ്കുകളിൽ വലിയ വീഴ്ചകളും ക്രമക്കേടുകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കണ്ടെത്തലിന് ശേഷം ഈ പറയുന്ന സഹകരണ മേഖലയിലെ ഈ ക്രമക്കേടുകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഭേദഗതി കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ബില്ലാണ് ഈ കേരള സഹകരണ സംഘം സമഗ്ര ഭേദഗതി ബില്ല്. അതിനകത്ത് ഈ ടേമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ 10-50 വർഷമൊക്കെ ആളുകൾ സഹകരണ ബാങ്ക് പ്രസിഡൻ്റായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഭരണസമിതിയുടെ കാലാവധി 3 ടേമിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതേപോലെ തന്നെ സഹകരണ സംഘങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ നിയമനങ്ങൾ PSCക്ക് വിടുക. ഇത്തരത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് ഈ പറയുന്ന കേരള സഹകരണ സംഘം സമഗ്ര ഭേദഗതി ബില്ല്. 2023 സെപ്റ്റംബറിൽ പാസ്സാക്കിയ ഈ ബില്ലിൽ ഇതുവരെ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കരുവന്നൂർ വലിയ വിഷയമാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഈ മുഴുവൻ സഹകരണ മേഖലയെയും നന്നായി ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ഇനിഷ്യേറ്റീവ് സർക്കാർ എടുക്കുകയും അതിൻ്റെ പേരിൽ ഒരു ബില്ല് പാസ്സാക്കി ആ ബില്ല് അസന്റിന് വേണ്ടിയിട്ട് ഗവർണർ കയക്കുകയും ചെയ്യുമ്പോൾ ഗവർണർ അതിൻ്റെ മേളിൽ അടയിരിക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതെ. അപ്പോൾ കരുവന്നൂർ വോട്ടാകുമോ എന്ന ചോദ്യത്തിന് വോട്ടാകും എന്ന 3 പേരും അഭിപ്രായപ്പെടും. Meet the editors.